ഫ്രണ്ട്സ്, നമസ്കാരം. നിഷ റോസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കോവയ്ക്ക തോരൻ കറിയാണ്. അത് ഏതൊക്കെ ചേരുവകളാണ് നമുക്ക് വേണ്ടതെന്ന് നോക്കാം. ഈ കോവയ്ക്ക നാലായി കട്ട് ചെയ്ത് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അര കിലോ കോവയ്ക്ക നാലായി കീറി അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അരമുറി തേങ്ങ ചിരകിയത്, 2 പച്ചമുളക്, 3 ചെറിയ ഉള്ളി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 തണ്ട് കറിവേപ്പില. ഇത്രയുമാണ് നമുക്കിത് ഇനി വേണ്ട സാധനങ്ങൾ. ഇത് നമുക്ക് ആദ്യം തന്നെ അരപ്പ് റെഡിയാക്കി കൊണ്ടുവരാം. തേങ്ങയും മഞ്ഞളും മുളകും ഉള്ളിയും നമുക്ക് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. നല്ലവണ്ണം അരഞ്ഞു പോകരുത്, ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തോണ്ട് വരും. ഞാൻ ഇപ്പോൾ തന്നെ അരപ്പ് തയ്യാറാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ മിക്സിയിൽ കണ്ടോ, ഇതുപോലെ അരച്ചാൽ മതി. ഇതുപോലെ അരയാവുള്ളൂ. ഇത് ഞാൻ ഇവിടെ ഇട്ട് മിക്സ് ചെയ്യുകയാണ്. ആദ്യം തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക നമുക്ക് തോരൻ കറി വയ്ക്കാൻ പോകുന്ന പാനിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാനിത് ഉണ്ടാക്കുന്നത് കടുക് പൊട്ടിക്കാതെ അധികം എണ്ണ ചേർക്കാതെയുള്ള ഒരു തോരൻ കറിയാണ്. ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു തോരൻ കറിയാണ്. അധികം എണ്ണയില്ല, അധികം എല്ലാവർക്കും കഴിക്കാൻ പറ്റില്ല. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇത് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഉപ്പിട്ട് കൊടുക്കുന്നു. ഉപ്പിട്ട് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ കറിവേപ്പില ഇടും. അതിനുശേഷം നമ്മളിത് മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം വേകുന്നതിന് ആവശ്യമായ വെള്ളം. ഇത് നമ്മൾ അധികം എണ്ണ ഉപയോഗിക്കുന്നില്ല. ഇത് എല്ലാവർക്കും കഴിക്കാം. പ്രമേഹ രോഗികൾക്ക്, പ്രഷർ രോഗികൾക്ക് എല്ലാവർക്കും കഴിക്കാവുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണിത്. ഇത് കോവയ്ക്ക. ഇത് നമുക്ക് നാടൻ കറിയാണ്. ഞാൻ ഉണ്ടാക്കുന്ന വിഭവങ്ങൾ നാടൻ കറിയാണ്. ഞാനൊരു ഗരം മസാലയോ അങ്ങനെയുള്ളതൊന്നും ഞാൻ തന്നെ വീട്ടിൽ തയ്യാറാക്കുന്ന എല്ലാം തയ്യാറാക്കിയാണ് ഞാനിത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പിട്ടു എല്ലാം റെഡിയാക്കി വെച്ചു. ഇനി ഞാൻ ആവശ്യമായ വെള്ളം ഒഴിക്കുകയാണ്. ഇത്രയും വെള്ളമാണ് ഒഴിക്കുന്നത്. 1/2 കപ്പ് വെള്ളം ഇതിലേക്ക്. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും എന്തുമാത്രം വെള്ളമാണ് ഇതിന് വേണ്ടതെന്ന്. ഒഴിച്ചു കഴിഞ്ഞു. ഇനി ഞാനിത് ഇതുകൊണ്ട് അടുപ്പിൽ വെച്ച് മൂടി വയ്ക്കാം. നമുക്ക് ഇത് മീഡിയം സിമ്മിൽ വെച്ച് നമുക്ക് പാകം ചെയ്തെടുക്കാം. നമുക്കിനി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക നമുക്ക് അടുപ്പിൽ വയ്ക്കാം. സ്റ്റൗ ഓണാക്കി നമുക്ക് അടുപ്പിൽ വെച്ച് മൂടി വയ്ക്കാം. നമുക്ക് വേകുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്നു നോക്കാം. നമുക്കിനി ഇത് ഇളക്കി കൊടുക്കാം. ഇപ്പം വെള്ളം ഏകദേശം വറ്റാറായി. 10 മിനിറ്റ് കൂടുതലായി. ഇതിന് സ്വല്പം വേവുള്ള ഒരു കറിയാണിത്. അതുകൊണ്ട് നന്നായിട്ട് വേകണമെങ്കിൽ നമുക്ക് ഇനി ഈ വെള്ളം വറ്റി വരണം. അതിന് നമുക്ക് സിമ്മിൽ വെച്ചിട്ട് നമുക്കിത് ഈ സിമ്മിൽ വെക്കാം. ഈ എരിവ് കുറവ് വേണ്ടവർക്ക് 1 പച്ചമുളക് ചേർത്താൽ മതി. ഞാൻ ഉപ്പ് നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. ഇനി നമുക്ക് മൂടി വെക്കാം. വീണ്ടും 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ഏകദേശം ആയി കഴിഞ്ഞു.
കോവയ്ക്കക്കറി ആയി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ആകണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 സ്പൂൺ എണ്ണ ചേർക്കാം. ഇതിൽ എണ്ണ ചേർക്കേണ്ട, വേണ്ടാത്തവർക്ക് ചേർക്കണ്ട. നമുക്കിതിൽ 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഇതാ നന്നായിട്ട് വെള്ളം വറ്റിയിരിക്കുന്നു. ഇത് നമുക്ക് ഇടയ്ക്ക് ഇപ്പോൾ 2 പ്രാവശ്യം ആണ് ഞാനിപ്പം തുറന്ന് ഇളക്കിയത്. പക്ഷേ നിങ്ങൾക്കിത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ കൂടുതൽ നന്നായിരിക്കും. അത് ഇച്ചിരി വേവ് കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ നന്നായിരിക്കും. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ചേർക്കാതെ ഇത് കൂട്ടാം. നന്നായി ഇത് എണ്ണ വേണ്ടാത്തവർക്ക് ഇത് എണ്ണ ചേർക്കണ്ട. ഞാനിപ്പോൾ ഇതിലേക്ക് 2 സ്പൂൺ എണ്ണ ചേർക്കുന്നു. 1 സ്പൂൺ വേണ്ടവർക്ക് 1 സ്പൂൺ ചേർക്കാം. 2 സ്പൂൺ വേണ്ടവർക്ക് 2 സ്പൂൺ ചേർക്കാം. ഞാനിപ്പം 1 സ്പൂൺ ചേർക്കാം. ഇത് മിക്കവാറും ഈ പ്രമേഹ രോഗികളും പ്രഷർ രോഗികളും ഒക്കെ ഇത് കഴിക്കാവുന്നതുകൊണ്ട് എണ്ണ ചേർക്കണമെന്നില്ല. എണ്ണ ചേർക്കാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണിത്, കോവയ്ക്ക. അപ്പോൾ ഇതാ റെഡി ആയി. ഇനി ഞാനിതൊരു ബൗളിലേക്ക് മാറ്റട്ടെ. തീ ഓഫ് ചെയ്യാം. സ്വാദിഷ്ടമായ കോവയ്ക്ക കറി റെഡി ആയി കഴിഞ്ഞു. ഇത് പ്രമേഹ രോഗികൾക്കും പ്രഷർ രോഗികൾക്കും കഴിക്കാവുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ ഇത് നമുക്ക് കഴിക്കാവുന്നതാണ്. താങ്ക് യു.